ന്യൂസ് മീഡിയ കൊച്ചിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അന്തരിച്ച ചലച്ചിത്ര സംവിധായകൻ സിദ്ദീഖിനെ കുറിച്ച് പുസ്തകം എഴുതിയ മാധ്യമപ്രവർത്തകനായ PA മെഹബൂബാണ് ന്യൂസ് മീഡിയ കൊച്ചിയിൽ ഇന്ന് അതിഥിയായി വന്നിട്ടുള്ളത്. സിദ്ദീഖിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്മാരകമായി ഒരു സിദ്ദീഖ് സ്മാരക ഗ്രന്ഥം, സിദ്ദീഖ് ചിരിയുടെ രസതന്ത്രം എന്ന പേരിൽ ഒരു 400 പേജുള്ള ഒരു പുസ്തകം ഞാൻ തയ്യാറാക്കുകയുണ്ടായി. സിദ്ദീഖിൻ്റെ കേവലം ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരിയായി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു സിദ്ദീഖ്. ഒരു ഏറ്റവും മാനുഷിക മൂല്യമുള്ള ഒരു വ്യക്തി. അപ്പോൾ സിനിമ ഇൻഡസ്ട്രിയിൽ അത് വലിയൊരു ലോകമാണ്. പക്ഷേ ആ സിനിമ ഇൻഡസ്ട്രിയെ ഒരു നന്മയിലേക്ക് ഏറ്റവും കൂടുതൽ വഴി നടത്തിയ ചലച്ചിത്ര പ്രവർത്തകനായിരുന്നു സിദ്ദീഖ്. സിദ്ദീഖ് പണത്തിനോ പ്രശസ്തിക്കോ വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല. സിദ്ദീഖ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ സ്ക്രിപ്റ്റിങ്ങിലാണ്, ക്രിയേറ്റിവിറ്റിയിലാണ് അദ്ദേഹം ശ്രദ്ധയൂന്നിയത്. അദ്ദേഹം നടനും സംവിധായകനും എല്ലാം ആയിരുന്നെങ്കിലും പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു ക്രിയേറ്റീവ് കണ്ടന്റ് റൈറ്ററായിട്ടാണ്, കഥാരചയിതാവായിട്ടാണ് അറിയപ്പെടാനോ ആണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ കാലം അദ്ദേഹത്തെ സംവിധായകനായി മാറ്റി. നടനെ അദ്ദേഹം ഒരു മിമിക്സ് പരേഡ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു നടനായിരുന്നു. പക്ഷേ ആ നടനത്തിലോ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലോ അദ്ദേഹത്തിൻ്റെ ആകാരപ്രകൃതിയിലോ ഒന്നും അദ്ദേഹത്തിന് അതൊരു നാട്യത്തിലേക്ക് വരാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. അത് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലാണ്. കഥകൾ, മനുഷ്യഗന്ധിയായ കഥകൾ, നർമ്മഗന്ധിയായ കഥകൾ രചിക്കുന്നതിലായിരുന്നു സിദ്ദീഖ് ശ്രദ്ധ ഊന്നിയിരുന്നത്. അത് മലയാളത്തിൽ മാത്രമല്ല, ദക്ഷിണ ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലറായ ആയിരുന്നു സിദ്ദീഖിൻ്റേത് എന്നത് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ് ഹിന്ദി പതിപ്പ് ഉൾപ്പെടെയുള്ള ചലച്ചിത്രങ്ങളുടെ വൻ വിജയം. അക്കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിയേറ്റർ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു സിദ്ദീഖ് രചനയും സംവിധാനവും നിർവഹിച്ച ഹിന്ദി ബോഡി ഗാർഡ് എന്ന സിനിമ. അതുപോലെ തന്നെ 4 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ ചിത്രമാണ് അത്. 250 കോടി രൂപയാണ് അന്ന് ആ ചിത്രം 10-20 കൊല്ലം മുമ്പ് കളക്ട് ചെയ്തത്. അതുപോലെ തന്നെ സിദ്ദീഖ് ശ്രദ്ധേയമായ മറ്റൊരു ചിത്രമായിരുന്നു ഗോഡ് ഫാദർ എന്നത്. ആ ഗോഡ് ഫാദർ എന്ന സിദ്ദീഖ് ലാൽ ചിത്രം കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരു തിയേറ്ററിൽ മാത്രം തുടർച്ചയായി പ്രദർശിപ്പിക്കപ്പെട്ടത് 417 ദിവസമാണ്. ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമോ 1 കൊല്ലമോ അല്ല, അതിനേക്കാൾ ഏറെ. ഇന്നും അതിൻ്റെ പുതുമ നിലനിൽക്കുന്നു എന്നതാണ് സിദ്ദീഖിൻ്റെ കണ്ടന്റ് റൈറ്റിങ്ങിൻ്റെ ആ പ്രസക്തി വിളിച്ചോതുന്നത്. അത് സിദ്ദീഖ് ഏത് രംഗത്താണെങ്കിലും ഏത് രംഗത്തും നന്മയുടെ പ്രതീകമായിരുന്നു. അത്തരം നന്മ നിറഞ്ഞ ഈ ചലച്ചിത്ര പ്രവർത്തകർ സിദ്ദീഖിനെ പോലുള്ളവർ ഉണ്ടായാൽ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും അതെല്ലാം എന്തെങ്കിലുമൊക്കെ മറ്റ് കറുത്ത ശക്തികൾ, തെറ്റിൻ്റെ ശക്തികളൊക്കെ മാഞ്ഞ് നന്മയുടെ ശക്തികളിലേക്ക്, നന്മയുടെ പ്രകാശത്തിലേക്ക് ആ രംഗം മാറും. അത് ചലച്ചിത്ര രംഗമായാലും സാംസ്കാരിക രംഗമായാലും സാഹിത്യ രംഗമായാലും ഏതാണെങ്കിലും അതായിരുന്നു സിദ്ദീഖ്. അപ്പോൾ സിദ്ദീഖിൻ്റെ പ്രസക്തി, സിദ്ദീഖിനെ പഠിക്കാൻ പുതിയ തലമുറ തയ്യാറാവണം. ഇല്ലായ്മയിൽ നിന്ന് പലതും കുറഞ്ഞ മനുഷ്യനായിരുന്നു സിദ്ദീഖ്. പക്ഷേ ആ ഇല്ലായ്മകളെല്ലാം തന്നെ ഏറ്റവും വലിയ നേട്ടങ്ങളാക്കി മാറ്റിയത് സിദ്ദീഖ് ആ നർമ്മത്തിൻ്റെ ശക്തി മനസ്സിലാക്കിയതാണ്. ശക്തിയും വശ്യതയും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇൻഡസ്ട്രിയിൽ, സിനിമ ഇൻഡസ്ട്രിയിൽ അദ്ദേഹം ഈ നേട്ടങ്ങളെല്ലാം കൊയ്തെടുത്തത്. ഇപ്പോൾ സിദ്ദീഖ് പോകുന്നതോടെ അത്തരം
ഒരു നർമ്മത്തിൻ്റെ മേമ്പൊടി ചേർത്ത ഒരു ട്രെൻഡ് സെറ്റായി മാറിയ ആ സിനിമാ രംഗത്ത് വലിയൊരു ശൂന്യതയാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും സിദ്ദീഖിൻ്റെ വിയോഗം വലിയൊരു നഷ്ടമാണ്. ആ നഷ്ടം നികത്താൻ പുതിയ തലമുറ സിദ്ദീഖിനെ പഠിച്ച് വളർന്ന് വലുതായാൽ ഒരു നന്മയിലേക്ക് ഒരു സാംസ്കാരിക കേരളത്തെ വളർത്താം, സിനിമാ ലോകത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയും എന്ന ചിന്തയിലാണ് എൻ്റെ സിദ്ദീഖ് ചിരിയുടെ രസതന്ത്രം എന്ന 400 പേജുള്ള ഗ്രന്ഥം ഞാൻ സമർപ്പിച്ചത്. അത് മലയാളികൾ തീർച്ചയായും ഏറ്റെടുക്കും. പരമാവധി ആളുകളിലേക്ക് സിദ്ദീഖിൻ്റെ സന്ദേശം എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടരാൻ ബുക്ക് ക്ലബ്ബ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ്. സിദ്ദീഖിൻ്റെ ഓർമ്മകൾ നിലനിർത്താനുള്ള ഏറ്റവും വലിയൊരു സ്മാരകമായി ഈ ഗ്രന്ഥം ഞാൻ സമർപ്പിക്കുകയാണ്.